മർദ്ദനമേറ്റ സ്ത്രീയുടെ ഭർത്താവ് ബെഞ്ചോ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ബെഞ്ചോ, നടപടി ഉണ്ടായിരിക്കുന്നു. ആ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ വന്നിരിക്കുകയാണ്. ആ വാർത്തയാണ് ഇപ്പോൾ 24 ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഏതാണ്ട് 8 മണിക്ക് ബെഞ്ചോയും ഭാര്യയും ഇതുമായി ബന്ധപ്പെട്ട് 24 വന്നിരുന്നു. ആ സമയത്ത് DGP ഈ കാര്യങ്ങളിൽ ഇടപെടും, നടപടി ഉണ്ടാകും, അത് സ്വാഭാവികമായിട്ടുണ്ടാകും എന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ നടപടി ഉണ്ടാകുന്നു, പക്ഷേ ഒരുപാട് നാൾക്ക് ശേഷമാണ് എന്നുള്ളതാണ്. എന്താണ് ഇപ്പോഴത്തെ സസ്പെൻഷനെ കുറിച്ച് താങ്കൾക്ക് തോന്നുന്നത്? നമുക്കിപ്പോ സന്തോഷം സമാധാനം തോന്നുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിന് എത്ര മൂടി വെച്ചാലും അത് പുറത്തേക്ക് വരും. അതായത് നമ്മളതിന്റെ മുകളിലേക്ക് എന്തോരം മണ്ണിട്ട് വെച്ചാലും അത് സമയമാകുമ്പോൾ പുറത്തേക്ക് വരും. അതില് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും മുഖ്യമന്ത്രിക്കും നമുക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന അഡ്വക്കേറ്റിനും അതേപോലെ നമുക്ക് ഇതിന് വിധി വന്ന VG അരുൺ സാറിനും എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച മാധ്യമങ്ങൾക്കും നന്ദി പറയുന്നു. ഇതില് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ അവരൊരു പ്രതികരണം പറഞ്ഞതായി കേട്ടു. അതായത് പുള്ളി അത് ചെയ്തതിന് ന്യായീകരിച്ചിട്ട് പറയുന്നായിരുന്നു. അത് ഒരു സാധാരണ ചോറുണ്ണ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ എന്റെ ഭാര്യ ആ സ്ഥലത്തേക്ക് ചെന്നത് സ്റ്റേഷനിലേക്ക് 2 AK-47 കയ്യിൽ പിടിച്ചിട്ട് പോയിട്ട് വരാണെങ്കിൽ അവർ പറയുന്നതിന് ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ. എന്റെ 2 കുഞ്ഞുങ്ങളെയും കൂട്ടിട്ടാണ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അല്ല, അത് കാണുമ്പോൾ വളരെ വ്യക്തമാണ് ബെഞ്ചോ, അത്തരം ന്യായവാദങ്ങളൊന്നും നിൽക്കില്ല. അത് മാത്രമല്ല, ഈ ഘട്ടത്തിൽ പോലും ആ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിലിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നടന്ന സംഭവത്തില് പുള്ളി പറയുന്നത് ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് പുള്ളി പറയട്ടെ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് പറയാൻ ആവശ്യമുണ്ടല്ലോ. എന്നെ എന്തുകൊണ്ട് അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവര് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഇവിടെ 24 മണിക്കൂർ കൂടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് ആ സമയത്ത് തന്നെ വന്നിട്ട് ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള ആളാണ്. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കായിരുന്നില്ലേ? ഇതില് പറയുന്നതില് ഒരു കഴമ്പില്ലാത്ത കാര്യങ്ങൾ ചുമ്മാ പോലീസുകാരൻ എന്ന ഒരു പദവി വിനിയോഗം വെച്ചിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. സത്യത്തിന് എന്നും എവിടെയും വിജയം ഉണ്ടായിരിക്കുന്നുള്ളത് ഞാൻ പഠിച്ച പാഠാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.